കുറേ വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനൊരു പേടിപ്പെടുന്ന സംഭവം നേരിട്ട് കാണുന്നത്. ഇന്നെനിക്കറിയില്ല അതൊരു മനുഷ്യനാണോ അതോ മറ്റെന്തെങ്കിലും ആണോ എന്ന്. ഇതുണ്ടായത് ഞാനും എൻ്റെ സുഹൃത്തും കൂടി ഒരു പഴയ പാറമടയിലേക്ക് പോയപ്പോഴാണ്. 2008 ഈ സംഭവം നടക്കുന്നത്. അന്നത്തെ ഫോട്ടോസും കാര്യങ്ങളുമൊക്കെ എൻ്റെ ബുക്കിൽ എവിടെയോ ഇരിപ്പുണ്ട്. എക്സ്പ്ലോർ ചെയ്യാൻ വലിയ താല്പര്യമുള്ള ഒരാളാണ് ഞാൻ ഈ യാത്രകളൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടിരുന്ന ആളാണ്. ആരും പോകാത്ത സ്ഥലങ്ങളിൽ പോകണം, അങ്ങനെയുള്ള സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം. ഇതൊക്കെയായിരുന്നു എൻ്റെ ഉദ്ദേശം. നാട്ടുകാരുടെ മുന്നിൽ പച്ച മലയാളത്തിൽ പറയുകയാണെങ്കിൽ കുത്തിക്കഴപ്പ് എന്ന് പറയും. അവർക്ക് അങ്ങനെയൊക്കെയാണെങ്കിലും ഞാൻ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വല്ലാത്തൊരു ത്രില്ല് അനുഭവിച്ചിരുന്നു. ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളും ശീലങ്ങളുമാണല്ലോ. ഒരുപാട് പ്രകൃതി ഭംഗിയുള്ള സ്ഥലങ്ങളിൽ ഞാൻ പോയിട്ടുണ്ട്. ഉൾക്കാടുകളിൽ, മലയുടെ പൊക്കത്തിൽ, പലരും പോകാൻ മടിക്കുന്ന സ്ഥലങ്ങളിലും ഞാൻ പോയിട്ടുണ്ട്. പണ്ടത്തെ ആളുകൾ താമസിച്ച് ഇപ്പോൾ ഉപേക്ഷിക്കപ്പെട്ട നിലയിലുള്ള സ്ഥലങ്ങളിലും സിറ്റികളിലുമൊക്കെ പോകാൻ എനിക്ക് വലിയ ഇഷ്ടമായിരുന്നു. അങ്ങനെ പോകുന്ന സ്ഥലങ്ങളിൽ പണ്ട് ആളുകൾ താമസിച്ച ചെറിയ കെട്ടിടങ്ങളൊക്കെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ്. പ്രകൃതി തിരിച്ചു പിടിക്കുന്നത് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ബിൽഡിങ്ങിനകത്തും പുറത്തുമൊക്കെയായിട്ട് മരങ്ങളും വള്ളിപ്പടർപ്പുകളുമൊക്കെ വളർന്നു നിൽക്കും. അത്രയ്ക്ക് പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ അല്ലെങ്കിലും ഇങ്ങനെയുള്ള ഫോട്ടോകളെടുത്ത് സൂക്ഷിക്കുവാൻ എനിക്ക് പ്രത്യേക ക്രേസാണ്. പല സ്ഥലങ്ങളിൽ പോകുമ്പോഴും പണ്ടത്തെ കാര്യങ്ങളൊക്കെ ഓർത്ത് നൊസ്റ്റാൾജിയാകാൻ ഇഷ്ടമുള്ള ആളാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്ന സംഭവം നടക്കുന്നത് 2008 ആ സമയത്ത് ഞാനൊരു കമ്പനിയിൽ വർക്ക് ചെയ്യുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ നിന്നും കുറച്ച് ദൂരെയാണ് ഈ കമ്പനി. എൻ്റെ കമ്പനിയിലുള്ള ആളുകൾക്കറിയാമായിരുന്നു അവധി ദിവസങ്ങളിൽ ഞാൻ ഇങ്ങനെയുള്ള ട്രിപ്പുകളൊക്കെ പോകുന്നുവെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരാൾ പറയുന്നത്, ഇവിടുന്ന് കുറച്ച് ദൂരത്തായിട്ട് ഒരു ക്വാറിയുണ്ട്, അങ്ങോട്ട് ആരും തന്നെ പോകാറില്ല. അതൊരു കാടിൻ്റെ ഉള്ളിലാണ്. അതിൻ്റെ ചരിത്രം പറയുകയാണെങ്കിൽ വർഷങ്ങൾക്ക് മുമ്പ് അത് അടച്ചിട്ടതാണ്. അവിടെ പണിയൊക്കെ അവസാനിപ്പിച്ച് പോയിട്ട് കുറേ നാളുകളായി. അത് വനത്തിൻ്റെ കുറച്ച് ഉള്ളിലോട്ട് കയറിയാണ്. ആ വഴിക്ക് ആളുകൾ ട്രക്കിങ്ങിന് പോകാറുണ്ട്. അതിലൂടെയൊക്കെ ആളുകൾ ട്രക്കിങ്ങിന് പോകുന്നുണ്ടെങ്കിലും ആളുകളാരും ഈ ക്വാറിയുടെ ഭാഗത്തേക്ക് വരില്ല. ക്വാറിയുടെ അപ്പുറത്തേക്ക് മാറി വളരെ ഭംഗിയുള്ള ഒരു കൊക്കയുണ്ട്. ആ കൊക്ക കാണാൻ വേണ്ടിയിട്ടാണ് ആളുകൾ പോകുന്നത്. ഇതിൻ്റെ ഇപ്പുറത്ത് ഈ ക്വാറിയുള്ള കാര്യം അധികം ആർക്കും അറിയില്ല. അങ്ങോട്ടാരും പോകാറുമില്ല. അങ്ങോട്ട് ആളുകൾ പോകുന്നുണ്ടെങ്കിൽ ആരും കാണാതെ മദ്യപിക്കാൻ വേണ്ടി വല്ലതുമായിരിക്കും, അല്ലാതെ ഒരു ടൂറിസ്റ്റ് സ്പോട്ടൊന്നും അല്ലത്. എൻ്റെ ഈ കാര്യങ്ങളൊക്കെ അറിയാവുന്ന എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഈ കാര്യങ്ങൾ കേട്ടപ്പോൾ ഞാനും ഇൻട്രസ്റ്റായി. അപ്പോൾ പുള്ളിയോട് ഞാൻ ചോദിച്ചു കൂടെ വരുന്നോ എന്ന്. പക്ഷേ അവന് വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. താല്പര്യമില്ലാത്തത് കൊണ്ട് മാത്രമല്ല, ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് പോകുന്നതിൽ അല്പം പേടിയുള്ള കൂട്ടത്തിലാണവൻ. എനിക്ക് വേറൊരു കൂട്ടുകാരനുണ്ട്. അവൻ്റെ പേര് റയാൻ എന്നാണ്. അവനും ഞാനുമാണ് ഇടയ്ക്കൊക്കെ ട്രിപ്പ് പോകുന്നത്. ഏറ്റവും കൂടുതൽ എൻ്റെ കൂടെ ട്രിപ്പിന് വന്നിരിക്കുന്നത് റയാനാണ്. ഞങ്ങൾ അത്യാവശ്യം നല്ല കമ്പനിയാണ്. ഞാൻ റയാനെ വിളിച്ച് പറഞ്ഞു, അത്യാവശ്യം നല്ലൊരു അഡ്വഞ്ചർ ട്രിപ്പ് പോകാൻ തയ്യാറായിക്കോ എന്ന്. ഞാൻ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആളോട് ചോദിച്ചു എങ്ങനെയാണ് അങ്ങോട്ട് പോകുന്നതെന്ന്. ആ വഴി ട്രക്കിങ്ങിന് പോകുന്ന സ്ഥലം കാണാം. പോകുന്ന ഒരു വഴിയുണ്ട്. ആ വഴിയെ കയറിയിട്ട് കാട് കയറി കുറച്ച് ചെല്ലുമ്പോഴേക്കും മെയിൻ റോഡിൽ നിന്നും വലതുവശത്തേക്ക് ചെറിയൊരു നടപ്പാത കാണാം. വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ കാണാൻ പറ്റുകയുള്ളൂ. അങ്ങോട്ടാരും പോകാത്തത് കാരണം അവിടെയെല്ലാം പുല്ല് പിടിച്ച് കിടക്കുകയായിരിക്കും. ആ വഴി പോയിട്ടുണ്ടെങ്കിൽ ആ ക്വാറിയുടെ അടുത്തെത്തും. കാടിന് നടുക്കുള്ള ഈ പാറമടയെപ്പറ്റി ആലോചിച്ചപ്പോൾ ഞാനും അത്യാവശ്യം ത്രില്ലിംഗ് ആയിരുന്നു. മറ്റൊരു കാര്യം കൂടി അയാൾ പറഞ്ഞു, നിങ്ങളതിൻ്റെ പരിസരത്തൊക്കെ പോയി കാണുക, നല്ല രസമാണ് അവിടെ നിന്ന് നോക്കിയാൽ. പക്ഷെ ഒരിക്കലും അതിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പാടില്ല. ഉള്ളിലേക്ക് ആരും കയറി പോകാറുമില്ല. ഈ കാര്യങ്ങളെല്ലാം എൻ്റെ കൂടെ ജോലി ചെയ്യുന്നയാൾ എനിക്ക് പറഞ്ഞു തന്നു. എൻ്റെ സ്വഭാവം വെച്ച് എനിക്കറിയാമായിരുന്നു ഇയാൾ പോകണ്ടെന്ന് പറഞ്ഞാലും ഞാൻ ഉറപ്പായും പോകുമെന്ന്. ഞാൻ അവനോട് ചോദിച്ചു, നീ എന്താണ് അങ്ങോട്ട് പോകരുത് എന്ന് പറയുന്നതെന്ന്. നമ്മുടെ നാട്ടിൽ കുറച്ച് ആളുകൾ അങ്ങോട്ട് പോയിട്ടുണ്ട്, പക്ഷേ അവിടെ ചില വിചിത്ര കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഇങ്ങനെ ആളുകൾ പോകാത്ത സ്ഥലത്തെക്കുറിച്ച് ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറഞ്ഞുണ്ടാക്കുന്നത് നാട്ടുകാർക്കൊരു രസമാണ്. അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് ഞാൻ ചിന്തിച്ചു. അടുത്ത ശനിയാഴ്ച ഞാൻ അങ്ങോട്ട് പോകാമെന്ന് തീരുമാനിച്ചു. ഞങ്ങൾ പോകുകയാണെന്നറിഞ്ഞ് എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾ പറഞ്ഞു, നിങ്ങൾ പോകുന്നതൊക്കെ ശരി, പക്ഷേ വളരെ സൂക്ഷിച്ച് വേണം അങ്ങോട്ട് പോകാൻ. അകത്തോട്ട് ഒത്തിരി കയറിപ്പോകരുത്. ഉള്ളിലോട്ട് പോയാൽ അവിടെ ഫോണിൻ്റെ സിഗ്നൽ കിട്ടണമെന്നില്ല. അവൻ പറഞ്ഞപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞ് ഫോൺ വെച്ചു. ഉള്ളിലോട്ട് പോകില്ല എന്ന് ഞാൻ അവന് വാക്ക് കൊടുത്തു. ഞാൻ എന്തായാലും ഉള്ളിൽ എന്താണെന്ന് അറിഞ്ഞിട്ടേ കാര്യമുള്ളൂ എന്ന് മനസ്സിൽ ചിന്തിച്ചിരുന്നു.
യാത്രയ്ക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഒരുക്കാൻ തുടങ്ങി. അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ടൂൾസും കാര്യങ്ങളുമൊക്കെ ഞാൻ ബാഗിൽ വെച്ചു. ടൂൾസ് എന്ന് പറഞ്ഞാൽ എൻ്റെ ക്യാമറ, 2 വലിയ ഫ്ലാഷ് ലൈറ്റ്, ഇടാനുള്ള മാസ്ക്, ട്രൈപോഡ്, വെള്ളക്കുപ്പികൾ, ക്യാമറയുടെ ബാറ്ററി, ഇതെല്ലാം എല്ലാ യാത്രയ്ക്കും ഞാൻ കൊണ്ടുപോകാറുള്ളതാണ്. ഞാനിതെല്ലാം പാക്ക് ചെയ്ത് വെച്ചു. ശനിയാഴ്ച രാവിലെ ആയപ്പോഴേക്കും ഞാൻ എണീറ്റ് ഫുഡെല്ലാം കഴിച്ചു. എൻ്റെ ബാക്ക് പാക്കിങ് കാര്യങ്ങളുമെല്ലാം എടുത്ത് കാറിലിട്ടു. എന്നിട്ട് കൂട്ടുകാരനെ പിക്ക് ചെയ്യാൻ പോയി. അവനെയും കൂട്ടി ഞങ്ങൾ കാടിൻ്റെ തുടക്കത്തിലെത്തി. ആ കാടിന് പുറത്തായിട്ട് വണ്ടി പാർക്ക് ചെയ്യാനുള്ള സ്ഥലമുണ്ട്. ഞാൻ പറഞ്ഞിരുന്നുവല്ലോ അവിടെ ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് എന്ന്. ഒരുപാട് ടൂറിസ്റ്റുകൾ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു പാർക്കിംഗ് സ്ഥലമൊക്കെ ഉണ്ട്. ഞങ്ങൾ വണ്ടി പാർക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങി. ഓഫീസിലെ ആൾ പറഞ്ഞതുപോലെ ഞങ്ങളെല്ലാവരും പോകാറുള്ള ട്രക്കിംഗ് വഴിയിലൂടെ മുന്നോട്ട് പോയി. അങ്ങോട്ടും ഇങ്ങോട്ടും 1-2 ആളുകൾ പോകുന്നുണ്ട്. അല്ലാണ്ട് ആ വഴിയിൽ തിരക്കൊന്നുമില്ല. അങ്ങോട്ട് പോയിട്ട് കുറച്ചു ദൂരം കഴിഞ്ഞപ്പോഴേക്കും അവിടെ കുറച്ച് നിർദ്ദേശങ്ങളും കാര്യങ്ങളുമൊക്കെ എഴുതി വച്ചിരിക്കുന്നത് കണ്ടു. ഇത്ര സമയം വരെ പബ്ലിക്കിന് വേണ്ടി തുറന്നിരിക്കും എന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളായിരുന്നു എഴുതിയിരിക്കുന്നത്. ഉള്ളിലേക്ക് പോകുമ്പോൾ നിബിഡ വനമാണ്. എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങോട്ട് വരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അവിടെ നല്ല തണുപ്പാണ്. അതുമല്ല മരങ്ങളുടെ തണലുമുണ്ട്. പുറത്ത് നല്ല ചൂടാണെങ്കിലും കാട്ടിനുള്ളിൽ കയറിയാൽ നല്ല തണുപ്പാണ്. അപ്പോഴാണ് എൻ്റെ ഓഫീസിലെ കൂട്ടുകാരൻ പറഞ്ഞ കാര്യം ഞാൻ ആലോചിച്ചത്. കുറച്ചു ദൂരം മുന്നോട്ട് നടന്നാൽ ചെറിയൊരു നടപ്പാത കാണാമെന്ന്. മെയിൻ വഴിയിൽ നിന്നും വലത്തേക്ക് ചെറിയൊരു നടപ്പാതയുണ്ട്. പെട്ടെന്ന് നോക്കിയാൽ കാണില്ല. സൂക്ഷിച്ചു നോക്കിയാൽ മാത്രമേ വഴി കാണാൻ പറ്റുകയുള്ളൂ. ഞങ്ങൾ കുറച്ചു ദൂരം നടന്നപ്പോൾ മരങ്ങൾ അധികമില്ലാത്ത ഒരു സ്ഥലത്തെത്തി. അവിടെ നിന്ന് നോക്കിയപ്പോൾ വലതുവശത്തേക്ക് ചെറുതായി പുല്ലും മൂടിയ ഒരു വഴി കണ്ടു. ഇതായിരിക്കും ഓഫീസിലെ ആൾ പറഞ്ഞ വഴിയെന്ന് ഞാൻ വിചാരിച്ചു. ഞങ്ങൾ ആ പാതയിലൂടെ നടക്കാൻ തുടങ്ങി. ഉച്ചയ്ക്ക് ഞങ്ങൾ ട്രിപ്പ് തുടങ്ങിയിട്ട് ഇപ്പോൾ ഏകദേശം 4 മണിയായി. ഞങ്ങൾ ആ വഴിയിലൂടെ നടന്ന് ക്വാറിയുടെ അടുത്തെത്താറായി എന്ന് എനിക്ക് മനസ്സിലായി. ഇപ്പോഴാണെങ്കിൽ സമയം 4 മണിയായിട്ടേ ഉള്ളൂ. 1 മണിക്കൂർ സമയമെടുത്ത് അതിനുള്ളിലെ കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. 5 മണിയാകുമ്പോഴേക്കും തിരിച്ചിറങ്ങിയാലും സന്ധ്യയായിട്ടുണ്ടാവില്ല. ഞങ്ങൾ പതിയെ മുന്നിലേക്ക് നടന്നപ്പോൾ ഞങ്ങൾ ഭീമാകാരനായ വലിയൊരു ഗുഹ പോലെ തോന്നിക്കുന്ന ക്വാറിയാണ് കണ്ടത്. അതാണ് കയറിപ്പോകരുത് എന്ന് പറഞ്ഞ സ്ഥലം. ഞങ്ങൾക്ക് ആ ഗുഹ കണ്ടപ്പോൾ ആ കാര്യം മനസ്സിലായി. ഞങ്ങളതിൻ്റെ ഫോട്ടോ എടുത്തു. ഞങ്ങൾ 2 പേരും ഫേസ് മാസ്ക് ധരിച്ചു. കൂടാതെ ഞങ്ങളുടെ കയ്യിൽ ഒരു തൂവാലയും ഉണ്ടായിരുന്നു. ഭൂമിയുടെ അകത്തേക്ക് കുഴിച്ചിരിക്കുന്ന ഒരു ടണലാണ് അതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ആ ടണലിൻ്റെ മുമ്പിൽ നിന്നിട്ട് ഞാൻ കൂട്ടുകാരനോട് ചോദിച്ചു, അപ്പോൾ അങ്ങനെയാ കയറുകയല്ലേ? ആനന്ദാ, നമുക്ക് കയറിയേക്കാമെന്ന് അവനും പറഞ്ഞു. എൻ്റെ ബാഗിൽ നിന്ന് 2 ഫ്ലാഷ് ലൈറ്റ് എടുത്ത് ഒരെണ്ണം അവന് കൊടുത്തു. ഞങ്ങൾ മെല്ലെ ഈ ടണലിൻ്റെ അകത്തേക്ക് കയറി. അതിനുള്ളിൽ നിറയെ പൊടിയായിരുന്നു. ഞങ്ങൾ നിലത്ത് ചവിട്ടുമ്പോൾ മുകളിലേക്ക് പൊടി ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ ഫേസ് മാസ്ക് ടൈറ്റായി കെട്ടി. ഞങ്ങൾ ഫ്ലാഷ് ലൈറ്റ് അടിച്ച് അവിടെയെല്ലാം പരിശോധിച്ചു. ഉള്ളിൽ വലിയ പാറക്കെട്ടുകളെല്ലാം ഞങ്ങൾ കണ്ടു. ആളുകൾ ഇവിടെ വരാറുണ്ടെന്ന് തോന്നുന്നു. കാരണം ഭിത്തിയിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട്. റയാനും എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ആ ടണൽ മുഴുവനായി ഞങ്ങളൊന്ന് നോക്കി. ഞങ്ങൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സോക്സ് പെട്ടെന്ന് നനയാൻ തുടങ്ങി. ഞങ്ങൾ നിലത്തേക്ക് നോക്കിയപ്പോൾ അവിടെ വെള്ളം കെട്ടിക്കിടക്കുന്നതാണെന്ന് മനസ്സിലായി. ഞങ്ങൾ മെല്ലെ വെള്ളത്തിലേക്ക് ഇറങ്ങി. കുറച്ചുകൂടി മുന്നിലേക്ക് പോയപ്പോൾ അകത്ത് ഒരു വെട്ടം അടിക്കുന്നുണ്ട്. മുകളിൽ നിന്നാണ് ആ വെട്ടം വരുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. മുകളിൽ എന്തോ ഒരു ഓട്ടയുണ്ട്. ആ തുളയിൽ കൂടി വെളിച്ചം നന്നായി അടിക്കുന്നുണ്ട്. അതിനെത്രത്തോളം ഭംഗിയുണ്ടെന്ന് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും മനോഹരമായിരുന്നു ആ കാഴ്ച. ഞങ്ങൾ നടന്ന് മുന്നിലേക്ക് പോകും തോറും വെള്ളക്കെട്ടിൻ്റെ ആഴം കൂടി തുടങ്ങി. ഉള്ളിലേക്ക് കയറും തോറും പാറയിലെ എഴുത്തൊക്കെ അല്പം മാഞ്ഞു തുടങ്ങി. ആൾക്കാർ ഇവിടം വരെ വരാറുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അകത്തോട്ട് കയറി ചെറുതായിട്ട് ഇടത്തോട്ട് തിരിയണം. ഞങ്ങൾ കയറി വന്ന ഓപ്പണിംഗ് ഞങ്ങളുടെ കണ്ണിൽ നിന്നും മറഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞപ്പോൾ ഒരു 5 ഇഞ്ചോളം വെള്ളമുണ്ടായിരുന്നു. ഞങ്ങളുടെ കാല് അത്യാവശ്യം ഫുള്ളായി നനഞ്ഞു. ഞങ്ങൾ നേരത്തെ കണ്ട വെട്ടത്തിൻ്റെ അവിടെ എത്തി. വലിയ തടി കൊണ്ടുള്ള സപ്പോർട്ട് ബീമുകൾ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. അവിടെ പണിയെടുത്തിരുന്നവർക്ക് പാറമുകളിൽ നിന്നും ഒന്ന് ഇടിഞ്ഞു വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ സപ്പോർട്ട് ബീമുകൾ വെച്ചിരിക്കുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. അത് കണ്ടിട്ട് തന്നെ ഒരുപാട് പഴക്കം ചെന്നതാണെന്ന് തോന്നുന്നു. ഈ പ്രദേശത്തേക്ക് ആരും വരാറില്ല എന്നും തോന്നുന്നു. ഉള്ളിലേക്ക് പോകുന്തോറും ചെറിയ ശ്വാസതടസ്സം നേരിട്ടുകൊണ്ടിരുന്നു. കുറച്ചുകൂടി കയറിക്കഴിഞ്ഞപ്പോൾ ഉള്ളിലുള്ള പാറയുടെ ഘടനയും അല്പം മാറിത്തുടങ്ങി. ഇത്തിരി അങ്ങോട്ട് ചെന്നപ്പോൾ അടിയിൽ നിറച്ച് കല്ലുകളും കാര്യങ്ങളുമാണെന്ന് മനസ്സിലായി. ഇത്രയും വലിയ ക്വാറിയായിരുന്നിട്ടും ഈ ഭാഗത്ത് എന്തോ പണി നടക്കാത്തതുപോലെ ഞങ്ങൾക്ക് തോന്നി. ചുവട്ടിലായി നല്ല കൂർത്ത കല്ലുകളായിരുന്നു. ഞങ്ങൾ മെല്ലെ മെല്ലെ നോക്കി അതിനുള്ളിലേക്ക് നടന്നു. കുറച്ചുകൂടി ചെന്നപ്പോൾ അവിടെയുള്ള വലിയ ബീമിൻ്റെ മുകളിൽ ആളുകൾ എന്തോ എഴുതി വെച്ചിട്ടുണ്ട്. ആളുകളുടെ പേരും സ്ഥലവുമൊക്കെയാണ് എഴുതി വെച്ചിരിക്കുന്നത്.
കുറച്ചു ദൂരം ചെന്നപ്പോൾ മറ്റൊരു ബീമിൽ തിരിച്ചു പോകൂ എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. ഇവിടെ അകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടി ആരോ എഴുതി വച്ചിരിക്കുന്നതായിരിക്കും. എൻ്റെ കൂട്ടുകാരൻ ചോദിച്ചു എന്താടാ എഴുതി വച്ചിരിക്കുന്നതെന്ന്. ഞാൻ പറഞ്ഞു അകത്തോട്ട് അധികം പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് എഴുതി വച്ചിരിക്കുന്നത്. ആൾക്കാരെ പേടിപ്പിക്കാൻ വേണ്ടിയാണ് എഴുതി വച്ചിരിക്കുന്നത്, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. അതും കൂടി കഴിഞ്ഞ് ഞങ്ങൾ കുറച്ചുകൂടി അകത്തോട്ട് ചെന്നപ്പോൾ മറ്റൊരു തടിയുടെ ഭീമിൽ ഇങ്ങനെ എഴുതി വച്ചിട്ടുണ്ട്. കത്തിക്കുക എന്നാണ് എഴുതി വച്ചിരിക്കുന്നത്. അത് വളരെ പൊക്കത്തിലാണ് എഴുതി വച്ചിരിക്കുന്നത്. ഏകദേശം ഒരു രൂപം വെച്ചാണ് ഞാനത് വായിച്ചത്. ശരിക്കും വായിക്കാൻ പറ്റുന്നില്ല. പണ്ടങ്കാണ്ട് ആരോ എഴുതിയതാണ്. അത് പതിയെ മാഞ്ഞു തുടങ്ങി. അതൊന്നും ഞാൻ കാര്യമാക്കാതെ നീ വായെന്ന് പറഞ്ഞ് ഞാൻ എൻ്റെ കൂട്ടുകാരനെ പിടിച്ച് മുന്നോട്ട് നടന്നു. അപ്പോഴും അവിടെ നിറയെ വെള്ളമായിരുന്നു. മുന്നോട്ട് പോയപ്പോൾ ഗുഹയ്ക്കകത്ത് വേറൊന്നും എഴുതിയിരുന്നില്ല. 2 സൈഡും നിറയെ കല്ലുകൾ. കാൽമുട്ട് പകുതി വരെ ഇപ്പോൾ വെള്ളമുണ്ട്. കുറേ നേരമായി ഞങ്ങൾ നടക്കാൻ തുടങ്ങിയിട്ട്. ഇപ്പോൾ ഏകദേശം ഗുഹയുടെ എൻട്രൻസിൽ നിന്നും ഒരു 300-350 മീറ്റർ നടന്നു കാണും. എൻ്റെ മുമ്പിലായിട്ടാണ് റയാൻ നടക്കുന്നത്. ആ മുമ്പിലേക്ക് കുറേ നടന്നെത്തിയപ്പോഴേക്കും റയാൻ പെട്ടെന്ന് നിന്നു. എന്നിട്ട് എന്നെ തിരിഞ്ഞു നോക്കി. അവൻ്റെ കണ്ണ് കണ്ടിട്ട് എന്തോ പേടിച്ചതുപോലെയാണ് എനിക്ക് തോന്നിയത്. അവൻ പെട്ടെന്ന് അവൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കി. അവൻ എന്നോടും ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കാൻ പറഞ്ഞു. എന്തു പറ്റിയെന്ന് ഞാൻ ചിന്തിച്ചു. എന്തായാലും ഞാൻ ലൈറ്റ് ഓഫാക്കി. അവിടെ മുഴുവൻ ഇരുട്ടായി. ഒരു വെളിച്ചം പോലും അവിടെയില്ല. മുകളിൽ നിന്ന് ആ തുളയിൽ നിന്ന് വരുന്ന ചെറിയ വെട്ടത്തിൻ്റെ അംശം മാത്രമേ അവിടെ അടിക്കുന്നുള്ളൂ. വെള്ളം മുകളിൽ നിന്ന് ഇറ്റിറ്റി വീഴുന്ന ശബ്ദം കേൾക്കുന്നുണ്ട്. റയാനിൻ്റെ അടുത്തേക്ക് മെല്ലെ വന്ന് രഹസ്യത്തിൽ പറഞ്ഞു, എന്തോ ഒരു സാധനം ഞാൻ കേട്ടു, ആരോ സംസാരിക്കുന്നത് പോലെ. ഞാൻ പറഞ്ഞു, നീ പേടിക്കൊന്നും വേണ്ട. ആരും വരാത്ത ഈ ടണലിൻ്റെ അകത്ത് വേറെ ആരും സംസാരിക്കാനാണ്, അതും ഇത്രയും ഉള്ളിലോട്ട് കയറി. ഇവിടെ ആരുമില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു. എന്നിട്ട് ഞാൻ അവനോട് പറഞ്ഞു, നീ ലൈറ്റ് ഓണാക്കാൻ. ഞങ്ങൾ 2 പേരും ലൈറ്റ് ഓണാക്കി. ഞങ്ങൾ പിന്നെയും മുന്നിലേക്ക് നടന്നു. ഇവനീ കാര്യം പറഞ്ഞതുകൊണ്ടാണോ എന്നറിയില്ല, ആ സമയത്ത് എവിടെ നിന്നെന്നറിയില്ല, വല്ലാത്തൊരു ഭയം എന്നെ പിടികൂടി. ഇതിനു മുമ്പ് ഞാൻ കുറേ അഡ്വഞ്ചർ ട്രിപ്പിനൊക്കെ പോയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് ഇങ്ങനെയൊരു മൈൻഡ് അകത്തേക്ക് പോകുന്നത്. ഞാൻ ഒന്നുകൂടി ആലോചിച്ചു. എന്തോ പ്രശ്നമുണ്ടെന്ന് എൻ്റെ മനസ്സിലാരോ ഇരുന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. പിന്നെ കുഴപ്പമില്ല എന്ന് ഞാൻ സ്വയം വിശ്വസിപ്പിച്ചിട്ടും ആ ഫീലിംഗ് എന്നിൽ നിന്നും എടുത്തു കളയാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല, മനസ്സിൽ നിന്ന് ആ ഫീലിംഗ് മാറ്റാൻ പറ്റുന്നില്ല. അത് എൻ്റെ കൂട്ടുകാരനും തോന്നി തുടങ്ങിയെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ വളരെ നിശബ്ദമായാണ് ഞങ്ങൾ മുന്നിലേക്ക് നീങ്ങിയത്. അവിടെ ചെന്നപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്. ഞങ്ങൾ റെസ്പിറേറ്റർ എടുക്കാൻ മറന്നിരുന്നു. റെസ്പിറേറ്റർ എന്ന് വെച്ചാൽ നമ്മൾ ഗുഹയ്ക്കുള്ളിലൂടെ പോകുമ്പോൾ ശ്വാസതടസ്സം നേരിടാറുണ്ട്. ആ സമയത്ത് ഉപയോഗിക്കാനാണ് ഈ ഉപകരണം. ആ സാധനം എടുക്കാൻ മറന്നുപോയെന്നൊരു കാര്യം അപ്പോഴാണ് ഞാൻ ഓർത്തത്. ഉള്ളിലേക്ക് കയറും തോറും ശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നി തുടങ്ങി. ഇപ്പോഴും എൻ്റെ മുട്ടിന് പകുതി വരെ വെള്ളമുണ്ട്. അപ്പോൾ എനിക്കിങ്ങനൊരു തോന്നലുണ്ടായി. ഞങ്ങൾ 2 പേർ മാത്രമായിരിക്കും വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും ഇതിനകത്തേക്ക് ഇത്രയും ഉള്ളിലേക്ക് കയറിയിട്ടുള്ളത്. വേറെ ആരും ഇങ്ങോട്ട് കയറിയിട്ടില്ല എന്നെനിക്ക് തോന്നി. കുറച്ച് ഉള്ളിലേക്ക് ചെന്നപ്പോഴാണ് പെട്ടെന്നൊരു ശബ്ദം ഞങ്ങൾ കേട്ടത്. ഞങ്ങൾക്ക് മനസ്സിലായി ആരോ രഹസ്യം പറയുന്ന ശബ്ദമാണ്. ശരിക്കും ആരോ രഹസ്യം പറയുന്ന ഒച്ച. അപ്പോഴേക്കും എൻ്റെ നെഞ്ച് ഇടിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കരമായ പേടി തോന്നി. അപ്പോഴേക്കും ഞാൻ എൻ്റെ ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കി. കൂട്ടുകാരൻ്റെ മേത്ത് തട്ടിയിട്ട് പറഞ്ഞു ഫ്ലാഷ് ലൈറ്റ് ഓഫാക്കാൻ. ആ സമയത്ത് ഫ്രണ്ടിലായിട്ട് ആരോ സംസാരിക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. മുമ്പത്തേതിനേക്കാൾ കൂടുതൽ ഒച്ചത്തിൽ കേൾക്കാം. പക്ഷേ ലോജിക്കായി ചിന്തിച്ചാൽ മനസ്സിലാകാത്ത രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. വേറെ എന്തോ ഒരു ഭാഷയിൽ സംസാരിക്കുന്ന ശബ്ദമാണ് ഞാൻ കേട്ടത്. റേയൻ്റെ അടുത്ത് വന്ന് ചെവിയിൽ രഹസ്യമായി പറഞ്ഞു, എടാ നമുക്ക് വേഗം ഇവിടുന്ന് തിരിച്ചു പോകാം, എനിക്ക് ശരിക്കും പേടിയാവുന്നു. അവനത് പറയേണ്ട ആവശ്യമൊന്നുമില്ലായിരുന്നു. എൻ്റെ തോളിൽ പിടിച്ചിരിക്കുന്ന അവൻ്റെ കൈ വിറച്ചപ്പോഴേ എനിക്ക് കാര്യം മനസ്സിലായി. മുമ്പിലുള്ള സാധനം എന്താണെന്നറിയില്ല. ഒരു മനുഷ്യനായിരിക്കാമെന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഈ പറയുന്ന ഈ മനുഷ്യൻ്റെ ഒച്ച കൂടി വരികയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ മെറ്റാലിക് സാധനത്തിൽ എന്തോ അടിക്കുന്ന ശബ്ദം ഞങ്ങൾ കേട്ടു. ഈ ഒച്ച കേട്ടപ്പോൾ ഞങ്ങൾ ശരിക്കും പേടിച്ചു. എൻ്റെ ശ്വാസഗതി ഞാനൊന്ന് റെഡിയാക്കി. എടാ നമുക്ക് കുറച്ച് മുന്നിലോട്ട് പോയി നോക്കിയാലോ? എടാ ഈ ഒച്ച അടുത്തായിട്ടല്ലേ നമ്മൾ കേൾക്കുന്നത്? നമ്മളെപ്പോലെ വന്ന ആരെങ്കിലും ഗുഹയിൽ കുടുങ്ങിക്കിടപ്പുണ്ടെങ്കിലോ? ആരെങ്കിലും ഇവിടെ വല്ല വഴുതി വീണ് കിടക്കുകയാണെങ്കിലോ? അപ്പോഴേക്കും റയാൻ എന്നോട് പറഞ്ഞു, അതൊക്കെ വേണോ? എടാ പ്രശ്നമാണ്, അങ്ങോട്ട് പോയ സീനാണെന്ന് പറഞ്ഞു. വേണ്ട, ശരിയാകില്ലെന്ന് പറഞ്ഞ് അവൻ വാശി പിടിച്ചു. ഞാൻ അപ്പോൾ റയാനോട് പറഞ്ഞു, അങ്ങനെയല്ലടാ, ആരെങ്കിലും ഇതിനുള്ളിൽ അകപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് രക്ഷിക്കാമല്ലോ.
അല്ലെങ്കിൽ നമ്മുടെ ഈ അഡ്വഞ്ചർ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയിട്ട് വല്ല ഉപയോഗമുണ്ടോ? എടാ, ഒരു മനുഷ്യൻ മറ്റൊരു മനുഷ്യനോട് അല്പം അനുകമ്പയൊക്കെ കാണിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് ആ ഗുഹയ്ക്കുള്ളിലേക്ക് വീണ്ടും കയറി. ആരാണ് സംസാരിക്കുന്നത്, എന്താണ് സംസാരിക്കുന്നത് എന്നൊന്നും എനിക്ക് മനസ്സിലാകുന്നില്ല. അതുമല്ല, അതിൻ്റെ ഒച്ച കൂടിക്കൂടി വരുന്നുണ്ട്. ശബ്ദം കുറച്ചുകൂടി അഗ്രസീവ് ആകുന്നത് പോലെ. അപ്പോഴേക്കും ഞാൻ നന്നായി ഭയന്നിരുന്നു. ആ പേടി റയാനെയും ബാധിച്ചു. അപ്പോഴേക്കും ഞങ്ങൾ രണ്ടുപേരും നന്നായി ഭയന്നിരുന്നു. ഞങ്ങൾ ആ മറവിലേക്ക് പെട്ടെന്ന് ലൈറ്റടിച്ചു. ഞാൻ ലൈറ്റടിച്ച് നോക്കിയപ്പോൾ അവിടെയൊന്നുമില്ല. പിന്നെ സൈഡിലേക്ക് നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ലെഫ്റ്റ് സൈഡിൽ നിന്നാണ് ശബ്ദം വരുന്നത്. ഞാൻ ലെഫ്റ്റ് സൈഡിലേക്ക് ലൈറ്റടിച്ചപ്പോൾ ഞാൻ പെട്ടെന്ന് അവിടെ നിന്നു. ടണലിൻ്റെ അകത്ത് ആരോ പെയിൻ്റ് അടിച്ച് വെച്ചിരിക്കുന്നത് പോലെ. അപ്പോൾ ഞാൻ ഓർത്തു, ആരാണ് ഇതിനകത്ത് പെയിൻ്റ് അടിച്ചിരിക്കുന്നത്? അതുമല്ല, ഒത്തിരി നാളായിട്ടില്ല ഈ പെയിൻ്റ് അടിച്ചിട്ട്. കണ്ടാലറിയാം ഒരുപാട് നാളായിട്ടില്ലെന്ന്. ഇത് പെയിൻറ് തന്നെയാണോ എന്ന് ഞാൻ ആലോചിച്ചു. ഒരു ഫോട്ടോ എടുത്തേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ക്യാമറ എടുത്ത് ഫോട്ടോ ക്ലിക്ക് ചെയ്തപ്പോഴേക്കും പെട്ടെന്ന് ഒച്ച നിന്നു. അപ്പോഴേക്കും ഞാൻ നന്നായി വേർതിരുന്നു. റയാൻ എൻ്റെ നേരെ നോക്കി. അവൻ മെല്ലെ പുറകോട്ട് നീങ്ങുകയാണ്. അവൻ എന്ത് കണ്ടിട്ടാണ് പുറകോട്ട് പോകുന്നതെന്ന് എനിക്കറിയില്ല. അവൻ്റെ മുഖത്തേക്ക് ഞാൻ നോക്കിയപ്പോൾ അവൻ ഒറ്റക്കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, "ഡാ മറ്റവനെ ഓടിക്കോടാ" എന്ന്. ആ ടണലിൻ്റെ പാറയ്ക്കുള്ളിൽ നിന്ന് എന്തോ വൃത്തികെട്ട ഒച്ച ഞാൻ കേട്ടു. ആ ഒച്ച കേട്ടപ്പോഴേക്കും എൻ്റെ കൂട്ടുകാരൻ പേടിച്ചലറാൻ തുടങ്ങി. "എടാ തിരിഞ്ഞോടിക്കോടാ" എന്ന് പറഞ്ഞതും അവൻ മുമ്പിലേക്ക് ആ വെള്ളത്തിലേക്ക് മലർന്നടിച്ച് വീണു. അവൻ എഴുന്നേറ്റ് ചാടി ഉരുണ്ടുപിരണ്ട് ഓടാൻ തുടങ്ങി. മുമ്പിലേക്ക് ഓടാൻ അല്പം പാടാണ്, കാരണം അവിടെ മുഴുവൻ പാറയാണ്. ഞങ്ങളവിടെ കല്ലിലിടിച്ച് വീഴുന്നുണ്ട്. അവിടെ വീണ് മുട്ടും നെറ്റിയുമെല്ലാം നല്ലപോലെ ഇടിച്ചിട്ടുണ്ട്. വല്ലാത്ത വേദന അനുഭവിക്കുന്നുണ്ടെങ്കിലും പുറകിൽ നിന്നുള്ള ആ വൃത്തികെട്ട ഒച്ച കാരണം ഞങ്ങൾ ഓട്ടം നിർത്തിയില്ല. അതെന്തോ വല്ലാത്ത രീതിയിൽ അലറുകയാണ്. അലർച്ചയെന്ന് പറഞ്ഞാൽ ഒരലർച്ചയല്ല, ഞങ്ങളുടെ ചെവി പൊട്ടിപ്പോകുന്ന അലർച്ച. ഒരു മനുഷ്യൻ ഇത്രയും ഒച്ചത്തിൽ അലറുകയാണെങ്കിൽ അയാളുടെ ചങ്ക് പൊട്ടിപ്പോകാൻ സാധ്യതയുണ്ട്. അത്രയും ഒച്ചത്തിലാണ് അയാൾ അലർന്നത്. ടണലിൻ്റെ പാറകൾക്കുള്ളിൽ നിന്നെല്ലാം അയാളുടെ ഒച്ച കേൾക്കുന്നുണ്ട്. ഈ വൃത്തികെട്ട പൈശാചികമായ ഒച്ചയിലുള്ള ശബ്ദമാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ടണലിലടിച്ച് എക്കോ പോലെ കേൾക്കാൻ തുടങ്ങി. ഈ ശബ്ദം കേട്ട് പേടിച്ച് മൂത്രമൊഴിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങൾ മുന്നിലോട്ട് ഓടുന്ന സമയത്ത് പുറകിൽ നിന്ന് വ്യക്തമായ ഫുട് സ്റ്റെപ്പ് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റും. ഞങ്ങളുടെ പുറകിൽ ആരോ ഓടി വരുന്നതായി തോന്നി. ഞാൻ പെട്ടെന്ന് പുറകിലോട്ട് തിരിഞ്ഞ് ഫ്ലാഷ് ലൈറ്റ് പുറകിലേക്ക് അടിച്ചു. അപ്പോൾ ഒരു നിഴൽ മാത്രമേ എനിക്ക് കാണാൻ പറ്റിയുള്ളൂ. ആ നിഴലോടി ഞങ്ങളുടെ പുറകെ വരുന്നുണ്ട്. ആ ഒരു കാഴ്ച കണ്ടതും ഞാൻ മരവിച്ചതുപോലെ അവിടെ നിന്നുപോയി. ഞാനവിടെ നിൽക്കുന്നത് കണ്ട് റയാനും അവിടെ നിന്നു. അവൻ എന്നെ തുറച്ചു നോക്കിയാണ്. ഞാൻ ഫ്ലാഷ് ലൈറ്റ് വെട്ടം അങ്ങോട്ട് അടിച്ചിട്ടുണ്ട്. ആ സമയം ഞങ്ങൾക്ക് ശ്വാസം കിട്ടാതെയായി. കാരണം പോകുന്ന വഴി മുഴുവൻ വെള്ളമാണ്. അതുകൊണ്ട് ഓടാനും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ കുനിഞ്ഞു നിന്ന് ചുമയ്ക്കാൻ തുടങ്ങി. ഞങ്ങളുടെ ചുറ്റും എന്തോ പൊടി കറങ്ങുന്നത് പോലെ ഞങ്ങൾക്ക് മനസ്സിലായി. ഇനിയും കുറേ ദൂരം പോയെങ്കിൽ മാത്രമേ ഓപ്പണിങ്ങിൽ എത്താൻ പറ്റുകയുള്ളൂ എന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. എത്രയും വേഗം മുമ്പോട്ട് പോയില്ലെങ്കിൽ ശരിയാവില്ല എന്ന് എൻ്റെ മനസ്സ് പറയാൻ തുടങ്ങി. പക്ഷേ എനിക്ക് മുമ്പോട്ട് നീങ്ങാൻ സാധിക്കുന്നില്ല. ഫ്ലാഷ് ലൈറ്റ് അടിച്ച് നോക്കിയപ്പോഴേക്കും അവിടെയൊന്നും കാണുന്നില്ല. പാറക്കെട്ടുകൾ മാത്രമേ ഉള്ളൂ. പുറത്തേക്ക് എങ്ങനെയാണ് എത്തുന്നതെന്ന് പോലും എനിക്കറിയില്ല. ഞങ്ങൾ തിരിഞ്ഞോടിയത് വന്ന വഴി തന്നെയാണോ എന്ന് പോലും എനിക്കറിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും ആ ശബ്ദം വീണ്ടും കേട്ടു തുടങ്ങി. ആരോ കരയുന്ന പോലൊരു ശബ്ദമാണ് ഞാൻ കേൾക്കുന്നത്. ദയനീയമായി രക്ഷിക്കണേ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു കരച്ചിൽ പോലെയാണ് എനിക്ക് തോന്നിയത്. ഞാനും അവനും ഏകദേശം പേടിച്ച് മൂത്രമൊഴിച്ച അവസ്ഥയിലായിരുന്നു. ആരോ രക്ഷിക്കാൻ വേണ്ടി ദയനീയമായി കരയുന്ന പോലൊരു ഒച്ചയാണ് ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അതൊരു മനുഷ്യൻ്റെ ഒച്ചയാണോ എന്ന് ചോദിച്ചാൽ അറിയില്ല. മനുഷ്യനല്ലേ എന്ന് ചോദിച്ചാൽ അതും അറിയില്ല. വല്ലാത്തൊരു വരണ്ട ശബ്ദത്തിലാണ് അതിൻ്റെ ഒച്ച. വർഷങ്ങളായിട്ട് എന്തോ ഒരു സാധനം പറയുന്നത് പോലെ. അതെന്തൊക്കെയോ പറയുന്നുണ്ട്, എന്താണെന്ന് വ്യക്തമല്ല. ഞാൻ മുമ്പിലേക്ക് ഓടിയത് എൻ്റെ ക്യാമറ കഴുത്തിൽ തൂക്കിയിട്ടാണ്. ഞാനതെടുത്ത് ബാഗിൽ വെച്ചു. അപ്പോൾ റയാൻ പറഞ്ഞു, "എടാ വേഗം നമുക്ക് ഓടാം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇവിടെ വായു കുറവാണ്. നമുക്ക് കൂടുതൽ നേരം ഇവിടെ സർവൈവ് ചെയ്യാൻ കഴിയില്ല. ബോധം കെട്ട് പോകുന്നതിന് മുമ്പ് നമുക്കെങ്ങനെയും വെളിയിലെത്തണം. എങ്ങനെയും ഇവിടുന്ന് രക്ഷപ്പെടണം." അപ്പോൾ ആ സാധനത്തിന് വേറെന്തോ ഉദ്ദേശമുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. കാരണം ഞങ്ങൾ അവിടുന്ന് ഓടാൻ തുടങ്ങുന്ന സമയത്ത് അതിൻ്റെ ഒച്ച മാറുന്നുണ്ട്. ഒച്ച മാറി വല്ലാത്തൊരു പൈശാചിക സ്വരമായി മാറുന്നത് ഞങ്ങൾ കേട്ടു. വീണ്ടും അത് അലറുവാൻ തുടങ്ങി. ഇത്തവണ അലർച്ചയെന്ന് പറഞ്ഞാൽ വൃത്തികെട്ട വികൃതമായ ഒരലർച്ച. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി, ഇപ്പോൾ അവിടുന്ന് ഓടിയില്ലെങ്കിൽ ഇനി ഒരിക്കലും ഇവിടുന്ന് പോകാൻ പറ്റില്ല.
അവിടെ കിടന്ന് മരിക്കേണ്ടി വരുമെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഞാൻ പറയാതെ തന്നെ റയാനും അത് മനസ്സിലായി. ഫ്ലാഷ് ലൈറ്റ് തെളിച്ചു പിടിച്ച് പാറക്കെട്ടിൻ്റെ സൈഡിൽ പിടിച്ചാണ് ഞങ്ങൾ മുന്നിലേക്ക് നീങ്ങുന്നത്. എൻ്റെ ശരീരം നിറയെ ഗുഹയ്ക്കുള്ളിലെ അഴുക്ക് വെള്ളമാണ്. കുറച്ചുകൂടി മുന്നോട്ട് ചെന്നപ്പോൾ തടിയുടെ പില്ലറിൻ്റെ അടുത്തെത്തി. പുറകിലുള്ള സാധനത്തിൻ്റെ ഒച്ചയും അപ്പോൾ വരുന്നുണ്ട്. നേരത്തെ പോലെയില്ല, അത് ദൂരെയാണെന്ന് മനസ്സിലായി. ഞങ്ങൾ സ്പീഡ് കുറച്ച് പയ്യെ നടക്കാൻ തുടങ്ങി. എൻ്റെ നെഞ്ചിൽ വല്ലാത്തൊരു വേദനയായിരുന്നു ഇത്രയും സമയം ഓടിയതുകൊണ്ട്. ഞാൻ വിചാരിച്ചു ഇപ്പോൾ ബോധം കെട്ട് വീഴുമെന്ന്. ആ സമയത്ത് ഞാനും റയാനും ഒന്നും മിണ്ടിയില്ല. കുറച്ചുകൂടി ഞങ്ങൾ മുന്നിലേക്ക് പോയപ്പോഴാണ് മുകളിൽ നിന്ന് ഒരു പ്രകാശം വരുന്നത് കണ്ടത്. അപ്പോഴേക്കും അത് കണ്ട് ഞങ്ങൾക്ക് ആശ്വാസമായി. ആ ഒരവസ്ഥയിൽ ആ വെളിച്ചം കണ്ടപ്പോൾ ഞങ്ങളുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യാത്തതാണ്. ഞങ്ങൾ വേഗം തന്നെ ക്വാറിയുടെ വാതിൽക്കിലേക്ക് ഓടി. ആ അസ്തമയസൂര്യൻ്റെ വെളിച്ചം ഞങ്ങളുടെ മുഖത്തേക്ക് അടിക്കുന്നുണ്ടായിരുന്നു. ആ സമയത്ത് ഞാനും അവനും പരസ്പരമൊന്നും സംസാരിച്ചില്ല. അപ്പോഴും വെള്ളത്തിൻ്റെ അകത്തു നിന്നും ആരോ നടന്നു വരുന്ന ഒച്ച ഞാൻ കേട്ടു. ഫ്ലാഷ് ലൈറ്റ് പുറകിലേക്കൊന്ന് അടിച്ചു നോക്കി, എന്തെങ്കിലും ഫോളോ ചെയ്ത് വരുന്നുണ്ടോ എന്ന്. ഞാൻ നോക്കിയപ്പോൾ അവിടെ പാറ മാത്രമേ ഉള്ളൂ, വേറെയൊന്നും കാണാനില്ല. ആ പാറയുടെ ഉള്ളിലായ ഒരു വളവുണ്ട്. ഞാൻ കണ്ടു പാറയുടെ സൈഡിലായിട്ട് ഒരു സാധനം. പാറയാണോ എന്ന് ആദ്യം ഞാൻ സംശയിച്ചു. അങ്ങോട്ട് ഞാൻ ഫ്ലാഷ് ലൈറ്റ് അടിച്ചു. ഫ്ലാഷ് ലൈറ്റ് അടിച്ചപ്പോൾ പാറയുടെ അവിടെ 3 വിരലുകൾ ഞാൻ കണ്ടു. അത് വിരലുകളാണോ എന്ന് വ്യക്തമല്ല. കറുത്തിരുണ്ട വിരലുകൾ പോലെ എന്തോ ഒന്ന്. 3 വിരലുകളേ ഉള്ളൂ. ഞങ്ങൾ വെട്ടമടിച്ചപ്പോൾ ആ വിരലുകൾ പുറകിലേക്ക് നീങ്ങി. അത് കണ്ടത് ഞങ്ങൾ ഗുഹയ്ക്കുള്ളിൽ നിന്നും വേഗം പുറത്തേക്കിറങ്ങി. അവിടെ നിന്ന് ഓടി പുറത്തെ കാട്ടിലെത്തി. ഞങ്ങൾ ആ നിലത്തേക്ക് കുഴഞ്ഞു വീണു. ഞാൻ സമയം നോക്കിയപ്പോൾ 4:40 ആയിട്ടുള്ളൂ. വെറും 40 മിനിറ്റ് ആയിട്ടുള്ളൂ ഞങ്ങൾ ആ ഗുഹയ്ക്കകത്ത് കയറിയിട്ട്. ഇപ്പോഴും സൂര്യൻ്റെ വെളിച്ചമുണ്ട്. ഞങ്ങൾ അവിടെ കിടന്നു. റയാൻ എന്നോട് ചോദിച്ചു, എടാ നമ്മൾ എന്തിനെയാണ് കണ്ടതെന്ന്. നമ്മൾ ഒരിക്കലും അത്രയും പോകാൻ പാടില്ലായിരുന്നു. എന്താണെന്ന് എനിക്കറിയില്ല, മനുഷ്യനാണോ പിശാചാണോ എന്നൊന്നും. ഇങ്ങനൊരു സംഭവം പോലീസിൽ അറിയിക്കേണ്ടേ എന്ന് റയാൻ എന്നോട് ചോദിച്ചു. ശരിയാണ്, ഈ കാര്യങ്ങൾ മറ്റുള്ളവരെ അറിയിക്കണം. നമ്മളെപ്പോലെ ആരെങ്കിലും ഇതിനുള്ളിലേക്ക് കയറിയാൽ അപകടമാണ്. ഞങ്ങൾ തിരികെ കാർ പാർക്ക് ചെയ്തിരുന്ന സ്ഥലത്തേക്ക് പോകുന്ന സമയത്ത് ഞങ്ങൾ പരസ്പരമൊന്നും മിണ്ടിയില്ല. ഞങ്ങളാകെ വെള്ളത്തിൽ കുളിച്ച് നനഞ്ഞാണ് പോയിക്കൊണ്ടിരുന്നത്. ഞങ്ങൾ പോലീസിനോട് കാര്യങ്ങളൊക്കെ പറയണമെന്ന് തീരുമാനിച്ചു പോയെങ്കിലും ഞങ്ങൾ പോലീസിനോട് പറയാൻ പോയില്ല. അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണെന്ന് മനസ്സിലായി. അങ്ങോട്ട് പോകാൻ പാടില്ലാത്ത സ്ഥലമാണ്. അത് പോലീസിനോട് പറയുകയാണെങ്കിൽ അവർ ഞങ്ങൾക്കെതിരെ കേസെടുക്കും. ആ സംഭവം കഴിഞ്ഞിട്ട് ഇപ്പോൾ 10-15 വർഷമായി കാണും. ഇതുവരെ ഞങ്ങൾ ആ കാര്യം മറ്റുള്ളവരോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളുടെ വളരെ അടുത്ത കൂട്ടുകാരോട് പോലും. വീണ്ടും ഞങ്ങൾ ആ സ്ഥലത്തോട്ട് പോയിട്ടില്ല. ഞങ്ങൾ പലതവണ ട്രക്കിങ്ങിന് പോയിട്ടുണ്ടെങ്കിലും ഇതുവരെ ഇങ്ങനൊരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. അതുമല്ല, ഇപ്പോഴും എക്സ്പ്ലോർ ചെയ്യാൻ ഞങ്ങൾ പോകാറുണ്ട്. അന്ന് ആ ഗുഹയ്ക്കകത്ത് കണ്ട രൂപം, കേട്ട ശബ്ദം, അതിൻ്റെ മുഖമൊന്നും ഞങ്ങൾ കണ്ടിരുന്നില്ല. അതിൻ്റെ 3 വിരലുകൾ ഞങ്ങൾ കണ്ടു. അത് മതിയായിരുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാതിരിക്കാനുള്ള ഒരു അനുഭവമാകാൻ. ഇപ്പോഴും എൻ്റെ സ്വപ്നത്തിൽ പലപ്പോഴും അതിൻ്റെ അലർച്ച ഞാൻ കേൾക്കാറുണ്ട്. പിന്നീട് ഒരിക്കലും ഒരു ഗുഹയിലേക്കും ഞാൻ പോയിട്ടില്ല. കാരണം എനിക്കിപ്പോഴും ഇത്തരം ഗുഹകൾ കാണുമ്പോൾ പേടിയാണ്. ഇനി ഒരിക്കലും ഇത്തരമൊരു ഗുഹയിലേക്ക് പോയില്ല എന്ന് എനിക്ക് ഉറപ്പുമുണ്ട്.